നമസ്കാരം. വൺ ഇന്ത്യ മലയാളം. തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് തുടക്കമിട്ട് പോലീസിന്റെ വെളിപ്പെടുത്തൽ. ഫേസ്ബുക്ക് വഴി പരിചയം സ്ഥാപിക്കുകയും പിന്നീട് സൗഹൃദത്തിലായ സ്ത്രീകളെ പീഡനത്തിനിരയാക്കുകയും ചെയ്യുന്ന 4 അംഗ സംഘത്തെക്കുറിച്ചാണ് പോലീസ് വെളിപ്പെടുത്തിയത്. ഇവർ 2 ആഴ്ചക്കുള്ളിൽ അറസ്റ്റിലായിരുന്നു. അതേസമയം പൊള്ളാച്ചിയിൽ നിന്നുള്ള ഈ 4 അംഗ സംഘത്തിന് AIADMK നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രതികളെ 2 ആഴ്ചത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് 50ഓളം സ്ത്രീകളുടെ ചിത്രങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇവർ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചാണ് സ്ത്രീകളെ വലയിൽ വീഴ്ത്തിയിരുന്നത്. തുടർന്ന് കടുത്ത സൗഹൃദത്തിലായ ശേഷം ലൈംഗിക ചാറ്റുകളിലേക്ക് കടക്കുന്നതാണ് രീതി. സ്വവർഗരതിയെക്കുറിച്ചും മറ്റ് ലൈംഗിക സംഭാഷണങ്ങളും ഇവർ സ്ത്രീകളോട് ഉന്നയിക്കാറുണ്ടെന്നും പോലീസ് പറഞ്ഞു. പിന്നീട് നേരിട്ട് കാണണമെന്ന ആവശ്യം ഉന്നയിക്കുകയും തുടർന്നാണ് പീഡനം. വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ഇവർ പീഡിപ്പിച്ചതായി സ്ത്രീകൾ മൊഴി നൽകിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണിവർ. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ, അധ്യാപികമാർ, ഡോക്ടർമാർ, വിദ്യാർത്ഥിനികൾ എന്നിവരെല്ലാം പീഡനത്തിന് ഇരയായിട്ടുമുണ്ട്. എന്നാൽ കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കാരണം ആരും പരാതി നൽകിയിരുന്നില്ലെന്ന് പോലീസ് പറയുകയും ചെയ്തു. ഇതിൽ 4 പേർ പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഒരു പെൺകുട്ടിയുടെ സഹോദരൻ 4 അംഗ സംഘത്തോട് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇയാളെയും ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്ക് അണ്ണാ DMK നേതാക്കളുമായി ബന്ധമുണ്ട്. ഈ കേസിൽ ഉൾപ്പെട്ട ഒരാളെ പാർട്ടി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷം ഈ വിഷയം വലിയ ചർച്ചയാക്കിയിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വാർത്താവിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.